ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങായ കുത്തിയോട്ടം ചൂരൽകുത്ത് നടക്കുന്നു. വ്രതനിഷ്ഠരായ 581 കുട്ടികളാണ് ചൂരൽകുത്തിന് പങ്കെടുക്കുന്നത്. തുടർന്ന് 10:45 അമ്മ മണക്കാട് ശാസ്താസന്നിധിയിലേക്ക് പുറത്തെഴുന്നള്ളും. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്ന വിവരങ്ങളുമായി. പ്രശാന്ത്, ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങായ കുത്തിയോട്ടം ചൂരൽകുത്ത് നടക്കുകയാണ്. തുടർന്നാകും ബാലന്മാർ അമ്മയുടെ അകമ്പടി സേവകരായി മണക്കാട് ശാസ്താസന്നിധിയിലേക്ക് പുറത്തെഴുന്നള്ളുക. എന്താണ് വിവരങ്ങൾ? രോഹിണി, കുത്തിയോട്ടം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും കുത്തിയോട്ടം ചടങ്ങുകൾ ചൂരൽകുത്ത് ചടങ്ങ് നടത്തുകയും ചെയ്യുന്ന സംഘമായുള്ള കുത്തിയോട്ടമാരന്മാർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന കുത്തിയോട്ടമാരന്മാരെ അവരുടെ ശരീരത്ത് ആചാരപരമായി വെള്ളിനൂൽ കൊണ്ട് ചൂരൽ കുത്തിയ ശേഷം ആ ചൂരൽ കുത്തുന്ന ബാലന്മാർ അമ്മയുടെ ഭടന്മാരാ എന്നറിയപ്പെടും. അങ്ങനെ ഭടന്മാരാണ് അമ്മയോടൊപ്പം പുറത്തെഴുന്നള്ളി അകമ്പടി സേവിക്കുന്നത് ഈ ബാലന്മാരായിരിക്കും. കഴിഞ്ഞ 7 ദിവസമായി കുത്തിയോട്ടമാരന്മാരെല്ലാവരും ക്ഷേത്രസന്നിധിയിൽ വ്രതനിഷ്ഠരായി നിൽക്കുകയാണ്. ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ആരംഭിച്ചു കഴിഞ്ഞാൽ 3-ാം നാൾ മുതലാണ് ഇത്തരത്തിൽ ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. കുത്തിയോട്ടവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അതിനുശേഷം 7 ദിവസം ഈ ബാലന്മാർ ക്ഷേത്രസന്നിധിയിൽ ഉണ്ടാകും. ക്ഷേത്രസന്നിധിയിൽ വ്രതനിഷ്ഠരായി നിന്നുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ സമീപത്തെ പുഷ്കരണിയിൽ കുളിച്ച് തൊഴുത് ദർശനം നേടിക്കൊണ്ട് 1008 നമസ്കാരം നടത്തും. അങ്ങനെ 1008 നമസ്കാരം നടത്തുന്ന ബാലന്മാർ തുടർന്ന് 9-ാം നാൾ നടക്കുന്ന കുത്തിയോട്ടം ചൂരൽകുത്ത് ചടങ്ങിലേക്ക് സജ്ജരാകും. ഇപ്പോൾ ചൂരൽകുത്ത് ചടങ്ങിനായിട്ടുള്ള ബാലന്മാർ അവരെ ചമയമണിയിച്ചുകൊണ്ട് ക്ഷേത്രസന്നിധിയിലേക്ക് ആനയിക്കുകയാണ്. നിരവധി ബാലന്മാരാണ് ഇത്തരത്തിൽ ക്ഷേത്രസന്നിധിയിലേക്ക് എത്തുന്നത്. ഇക്കൊല്ലം 581 ബാലന്മാർ വ്രതനിഷ്ഠരായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ക്ഷേത്രസന്നിധിയിലേക്ക് പ്രവേശിക്കുന്ന ബാലന്മാർ 7 സംഘങ്ങളായി തിരിക്കും. 7 പേരടങ്ങുന്ന സംഘങ്ങളായി തിരിക്കും. ആ സംഘങ്ങളായി തിരിച്ചുകൊണ്ട് അവരാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുക. അതിനുശേഷം ദേവീക്ഷേത്രത്തിന് മുന്നിൽ ചെന്ന് അവിടെ ദേവിയെ വണങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ചൂരൽകുത്ത് ശരീരത്തിൽ നടത്തും. ആ ചൂരൽകുത്ത് നടത്തുന്ന ബാലന്മാരെ തൊട്ടടുത്തേക്ക് പിന്നീട് കൊണ്ടുപോയി അവിടെ നിന്നാണ് തുടർന്ന് അമ്മ പുറത്തെഴുന്നള്ളുന്ന ആ ചടങ്ങിന് സാക്ഷിയാകാൻ വേണ്ടി ആ ചടങ്ങിന് വേണ്ടിയുള്ള ചൂരൽകുത്ത് ബാലന്മാരായി അമ്മയുടെ ഭടന്മാരായി ഈ ബാലന്മാരെ അണിനിരക്കുന്നത്. 10:45 അമ്മ പുറത്തെഴുന്നള്ളും. മണക്കാട് ശാസ്താവിൻ്റെ സന്നിധിയിലേക്ക് പുറത്തെഴുന്നള്ളും. അതിനുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഭക്തി നിർഭരമായ ചടങ്ങാണ് കുത്തിയോട്ടം ചടങ്ങ്. നമുക്ക് അറിയാം, ഈ ബാലന്മാരെ ഈ 9-ാം ദിവസമാകുമ്പോൾ അവരെ പട്ടുവസ്ത്രങ്ങൾ അണിയിക്കും, കിരീടം ചാർത്തും, മൗലിയിൽ മയിൽപീലി ചാർത്തും, മാലയണിയിക്കും, കാലിൽ പുഷ്പം കൊണ്ടുള്ള ചിലമ്പടിയിക്കും. അങ്ങനെ ഈ ബാലന്മാരെ എല്ലാം അണിയിച്ചൊരുക്കി ചമയിച്ചൊരുക്കുന്ന ബാലന്മാരെയാണ് ക്ഷേത്രസന്നിധിയിലേക്ക് ഇത്തരത്തിൽ ആനയിക്കുന്നത്. ആചാരപരമായി വാദ്യമേളങ്ങളും മൈക്കുഴകളും കൂടെയാണ് ഈ ബാലന്മാരെ ക്ഷേത്രസന്നിധിയിലേക്ക് ആനയിക്കുന്നത്. അതിന് അകമ്പടിയായി ഈ ഇത്തരത്തിൽ നിശ്ചല ദൃശ്യങ്ങളടക്കമുള്ളവ കൂടി ഇതിന് മാറ്റിക്കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ചടങ്ങിനൊപ്പം അണിനിരക്കും. അതിനുശേഷം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് ബാലന്മാരുടെ ശരീരത്തിൽ ചോദ്യം കൊണ്ടിക്കഴിഞ്ഞാൽ ബാലന്മാർ അമ്മയുടെ ഭടന്മാരായി മാറുകയും ചെയ്യും. അതിനുശേഷമാണ് മണക്കാട് ശാസ്താവിൻ്റെ സന്നിധിയിലേക്കുള്ള അമ്മയുടെ എഴുന്നള്ളത്തുണ്ടാക്കുക. ആ എഴുന്നള്ളത്തിന് സജ്ജരായി നിൽക്കുന്ന ബാലന്മാർ തുടർന്ന് ശാസ്താ സന്നിധിയിലെത്തിയ ശേഷം അവിടെ നിന്ന് പിറ്റേ ദിവസം തിരിച്ച് ക്ഷേത്രത്തിലെത്തി ചൂരൽ അടിക്കുന്നതോടുകൂടി തന്നെയാണ് ഈ ചടങ്ങുകൾക്കെല്ലാം പരിസമാപ്തി കുറിക്കുന്നത്. അങ്ങനെ പണ്ട് കാലങ്ങളിൽ എങ്ങനെയാണോ ഈ കുത്തിയോട്ടം ആചരിച്ചു പോകുന്നത് അതിൻ്റെ ഒരു പഴമയും പെരുമയും നഷ്ടപ്പെടാതെ ഇപ്പോഴും ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്നതാണ് എന്ന് പറയുന്നത്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോട് അനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങാണ്. പൊങ്കാല എത്രത്തോളം വൈശിഷ്ടമാണോ
ഭക്തർക്കുള്ളത്. പൊങ്കാലയിൽ നിന്ന് എത്രത്തോളം ആത്മീയ നിർവൃതിയാണോ ഭക്തർക്ക് ലഭിക്കുന്നത്, അത്രയും ആചാരപരമായിട്ടുള്ള വൈശിഷ്ട്യം ഈ കുത്തിയോട്ടം എന്ന ചടങ്ങിനുമുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം, കുത്തിയോട്ടത്തിൽ പങ്കെടുക്കുന്ന ബാലന്മാരെല്ലാം നേരത്തെ തന്നെ നിശ്ചയിക്കുന്നവരായിരിക്കും. അവരുടെ ഓരോ ബാലന്മാരും അവരുടെ മാതാപിതാക്കളുടെ അഭീഷ്ടത്തിൻ്റെ ഭാഗമായി നേർച്ച ബാലന്മാരായിട്ടാണ് ഇവിടേക്ക് എത്തുന്നത്. അങ്ങനെ പല സാഹചര്യങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ വന്ന് കുത്തിയോട്ടം നടത്തിക്കൊള്ളാം എന്നത് നേർച്ച നേരുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് കുത്തിയോട്ടം ബാലന്മാർ ഇവിടേക്ക് എത്തുന്നത്. എല്ലാ വർഷവും ഇത്തരത്തിൽ തന്നെ വലിയ ഒരു സംഖ്യ ഈ ബാലന്മാരുടെ എണ്ണത്തിലുണ്ടാകും. ഇക്കൊല്ലം 581 ബാലന്മാരാണ് കുത്തിയോട്ടത്തിനായി വ്രതമിട്ടതായത്. കഴിഞ്ഞ ഈ 7 ദിവസങ്ങളായി ഇവിടെ ക്ഷേത്രത്തിൽ തന്നെ തങ്ങുകയും രാത്രിയും പകലും ക്ഷേത്രത്തിൽ തന്നെ കൊണ്ട് വ്രതനിഷ്ഠയോടുകൂടി ക്ഷേത്ര ആചാരപരമായിട്ടുള്ള ചടങ്ങുകളെല്ലാം പങ്കെടുക്കുകയും ചെയ്യും. അതിനുശേഷമാണ് ഓരോ ദിവസവും രാവിലെ പുഷ്കരണിയിൽ കുളിച്ചുകൊണ്ട് ദേവി ദർശനം നടത്തും, 1008 നമസ്കാരം നടത്തും. അങ്ങനെയുള്ള ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടാണ് ഈ കുത്തിയോട്ട ബാലന്മാരാകുന്ന ചടങ്ങിലേക്ക് നടക്കുക. ഏതായാലും വലിയ ആത്മീയ അനുഭവമാണ് ഇവിടെ നിന്ന് പകർന്നു നൽകാൻ കഴിയുന്നത്. വലിയ ആത്മീയ നിർവൃതിയാണ് പകർന്നു നൽകാൻ കഴിയുന്നത്. അല്പസമയത്തിനുള്ളിൽ മണക്കാട് ശാസ്താവിൻ്റെ സന്നിധിയിലേക്ക് അമ്മയുടെ തിരികെഴുന്നള്ളത്തുണ്ടാവും, പുറത്തെഴുന്നള്ളത്തുണ്ടാവും. ആ പുറത്തെഴുന്നള്ളത്തിൽ ഈ ബാലന്മാർ അകമ്പടി സേവിക്കും. അകമ്പടി സേവിച്ച് അമ്മയുടെ ഒപ്പം സഞ്ചരിക്കുകയും നാളെ പുലർച്ചയോടുകൂടി തന്നെ മണക്കാട് ശാസ്താ ക്ഷേത്ര സന്നിധിയിലെത്തും. അവിടെ നിന്ന് തിരിച്ച് എഴുന്നള്ളുന്നതോടുകൂടി തന്നെയാണ് ഈ 7 ദിവസം നീണ്ടു നിൽക്കുന്ന കുത്തിയോട്ട മഹോത്സവത്തിന് പരിസമാപ്തി കുറിക്കുന്നത്. രോഹിണി, ായ കാഴ്ചകൾ തന്നെയാണ് കുത്തിയോട്ട ബാലന്മാർ അമ്മയുടെ പുറത്തെഴുന്നള്ളത്തിനായി തയ്യാറെടുക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ അമ്മ പുറത്തെഴുന്നള്ളുന്നതോടുകൂടി തന്നെ ഈ അകമ്പടി സേവിച്ചുകൊണ്ട് ബാലന്മാരും ഒപ്പമുണ്ടാകും. അതോടൊപ്പം വർണ്ണശബളമായ കാഴ്ചകൾ ഏതൊക്കെ രീതിയിലാണ്, എത്ര സമയത്തോടു കൂടിയാണ് ഇവർ ആ പുറത്തെഴുന്നള്ളത്തിന് അകമ്പടി സേവിക്കുക? ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങായ കുത്തിയോട്ടം ചൂരൽക്കുത്ത് നടക്കുകയാണ്. വ്രതനിഷ്ഠരായ 581 കുട്ടികളാണ് ചൂരൽക്കുത്തിന് പങ്കെടുക്കുന്നത്. തുടർന്ന് 10:45 അമ്മ മണക്കാട് ശാസ്താ സന്നിധിയിലേക്ക് പുറത്തെഴുന്നള്ളും. നമുക്ക് ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം.
ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങായ കുത്തിയോട്ട ചൂരൽകുത്ത് നടക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. തിരികെ